യുണൈറ്റഡ് 1-0 ആഴ്സണലുമായിട്ട് ആദ്യത്തെ മത്സരത്തിൽ തോറ്റപ്പോൾ ഇത് വെറും ആദ്യത്തെ മത്സരമല്ലേ എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണോ ആഴ്സണൽ കപ്പടിക്കുക ബ്രോ എന്നും ചോദിച്ചവരുണ്ട്. സെക്കൻഡ് വീക്കിലെ സെക്കൻഡ് മാച്ച് ഈസ് ലൈക്ക് പൊളിച്ചാണ് ആഴ്സണൽ വന്നിരിക്കുന്നത്. ആൻഡ് ഒരുപാട് പേര് വിക്ടർ ഗോയ്ക്രസിനെ കളിയാക്കിയവർക്കൊക്കെ ഉള്ള പെർഫെക്റ്റ് റിപ്ലൈയും കൂടെ ആയിരുന്നു ആഴ്സണലിൻ്റെ ഈ സെക്കൻഡ് വീക്കിലെ ഈ മാച്ച് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. വീഡിയോ മുഴുവൻ കാണുക. ആൻഡ് ഐം ഗോയിങ് ടു സേ എ ടാഗ് ലൈൻ. ഓക്കെ, ദിസ് ആഴ്സണൽ ഈസ് വെരി വെരി ഡേഞ്ചറസ്. അപ്പോൾ വെൽക്കം ടു 80 പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. യെസ് ഗൈസ്, അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക്. ഞാൻ നല്ല ട്രാവലിങ്ങിലായിരുന്നു, അതുകൊണ്ടാണ് 2 ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. വലിയ നമ്പർ ഓഫ് വ്യൂവേഴ്സ് ഉള്ള ആളൊന്നും അല്ല ഞാൻ, പക്ഷെ എന്നാലും കുറച്ച് പേര് എനിക്ക് പേഴ്സണലിയൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും 2 ദിവസം എനിക്ക് നേരെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ മാച്ചുകൾ കാണാൻ പറ്റി. അതിൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടുള്ള സംസാരങ്ങളാണ് ഞാൻ മുഴുവൻ സംസാരിക്കുന്നത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറ്റുള്ളവരെ പോലെ ഈ കളിയിലെ സാധനങ്ങളെ ഒരുപാട് കീറി മുറിക്കാൻ താല്പര്യമുള്ള ആളൊന്നുമല്ല. ബിക്കോസ് ഓൾവേസ് നമ്മുടെ ഈ ഓൺ ഗ്രൗണ്ടിലുള്ള സാധനം ഈസ് നോട്ട് ഈസി. ലൈക്ക് ഇങ്ങനെ മൈക്കിന് മുമ്പിൽ വന്നിരുന്ന് പറയാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. അതുകൊണ്ട് മിസ്റ്റേക്സ് ഒക്കെ പറ്റും, മനുഷ്യരല്ലേ പുള്ളേ. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ സാധനത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ് കേട്ടോ. ഈ യുണൈറ്റഡ് ഫാൻസ് കുറേ പേര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ വെച്ചിട്ടാണോ ആ ബോട്ട്ലെസ് എല്ലാ വർഷവും രണ്ടാമത് അടിക്കാൻ വേണ്ടി മാത്രം കഷ്ടപ്പെടുന്ന ആഴ്സണലിനെ നിങ്ങൾ ഇത്രയും പൊക്കി പറയുന്നതെന്ന് ചോദിച്ചവർക്കുള്ളൊരു പെർഫെക്റ്റ് മറുപടി എനിക്ക് വേണ്ടി ആഴ്സണൽ തന്നു എന്നുള്ളതാണ്. 5-0 മാൻ, ദാറ്റ് വാസ് എൻ എപ്പിക് മാച്ച്. എന്തുകൊണ്ട് അപ്പോൾ ലീഡ്സ് എന്തോ വലിയ ടീമാണ്, അവരെ അടിച്ചതിൻ്റെ എന്തോ ഒരു സംഭവം അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ പല കാര്യങ്ങൾക്കും ഉള്ളൊരു മറുപടിയും കൂടെയായിരുന്നു. ആൻഡ് ഒരു നമ്മളിങ്ങനെ തിങ്ക് ചെയ്യാത്ത സമയത്തുള്ള ഒരു എന്തായിരുന്നു ഒരു ട്രാൻസ്ഫറും കൂടെ സംഭവിച്ചു എന്നുള്ളതാണ് അല്ലേ. ദാറ്റ് വാസ് ഓൾസോ ക്യൂട്ട്. അതിൽ ക്യൂട്ട്നെസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ എന്നാലും നമ്മൾ ആദ്യം ഞാൻ ആ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യത്തിലേക്ക് തന്നെ വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്സണൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ ഈ പറയുന്ന പോലെ തന്നെ ഫ്രീ കിക്ക് ഗോളുകൾ അല്ലെങ്കിൽ കോർണർ ഗോളുകൾ, സെറ്റ് പീസ് ഗോളുകൾ, ഇതൊക്കെ തന്നെ അവർക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയുള്ളൂ. അല്ലാതെ അവർ വലിയ ടീമൊന്നും ഇല്ല. ബേസിക്കലി അവർക്ക് നമ്മൾ എല്ലാവരും മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്, ആഴ്സണലിനൊരു പ്രോപ്പർ നമ്പർ 9 ഇല്ല എന്നുള്ളത്. ആ സമയത്ത് തന്നെയാണ് ഈ പറയുന്നത് പോലെ തന്നെ പ്രൂവ്ഡ് എന്ന് തന്നെ പറയണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50-ൽ കൂടുതൽ ഗോൾ അടിച്ച്, ജസ്റ്റ് ഈ സീസണ് മുമ്പ് 50-ൽ കൂടുതൽ ഗോൾ അടിച്ച് ഏകദേശം ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയിട്ടുള്ള ആ റേസിൽ നല്ല കട്ടയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്ന വിക്ടർ ഗോയ്ക്രസിന് തന്നെ അവർക്ക് ആഴ്സണൽ ടീമിലേക്ക്, അതും ആഴ്സണലിൻ്റെ ലെജൻഡറി നമ്പറായിട്ടുള്ള നമ്പർ 14 ജേഴ്സിയിൽ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ആളായതുകൊണ്ട് തന്നെയാണ്. അത് കഴിഞ്ഞ കളിയിൽ പുള്ളി എന്തായാലും കാണിച്ചു തന്നു. 2 ഗോളുകൾ സ്കോർ ചെയ്തതിൽ 1 പെനാൽറ്റി ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് നിസ്സാരവൽക്കരിക്കാമെങ്കിലും ആ പെനാൽറ്റി നല്ല ഉഷാർ പെനാൽറ്റി ആയിരുന്നു. പക്ഷെ ആദ്യത്തെ ഗോള് മോനെ പാസ് കിട്ടിക്കഴിഞ്ഞ് പുള്ളി ആ ബോളും എടുത്ത് പോകുന്നു. ആൻഡ് കറക്റ്റ് ആ കോർണറിലേക്കുള്ള ആ ഒരു ഷോട്ടും വാസ് ലൈക്ക് പെർഫെക്റ്റ് അല്ലേ. ഏതാണ് ആ ചെറുക്കനെന്നും ആരാണ് താനെന്നും തൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് പ്രീമിയർ ലീഗ് ഫാൻസിനും പുള്ളിയെ കളിയാക്കിയവർക്കും ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ക്യൂട്ട് ട്രാൻസ്ഫർ, ഞാൻ എന്തിനാണ് ആ ക്യൂട്ട് എന്ന ടാഗ് ലൈൻ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ. പക്ഷെ എന്നാലും ഈ ഇപ്പോൾ ISL നിന്ന് നമ്മുടെ ഒരു മലയാളി താരം വേറൊരു ക്ലബ്ബിലേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് വിഷമം തോന്നാറില്ല. എന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിക്കില്ല തിരിച്ച് ക്ലബ്ബിലേക്കൊക്കെ വരണമെന്നുള്ളത്. അതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആണ് എസ് എ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പുള്ളി ഈസ് എൻ ആഴ്സണൽ പയ്യനാണ് പുള്ളി. അപ്പോൾ പുള്ളിക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ച് വരണം എന്നുള്ള ഓപ്ഷനിൽ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ പുള്ളിക്ക് വേണ്ടി ആഴ്സണൽ വന്നു കഴിഞ്ഞാൽ പുള്ളി എന്തായാലും ഫസ്റ്റ് ഓപ്ഷനായിട്ട് ആരേ കൊടുക്കുകയുള്ളൂ. ഇനി ആരെയൊക്കെ വന്ന് എന്തൊക്കെ പ്രൈസ് ചെയ്താലും അത് അങ്ങനെ ഉള്ളൂ. ചില ക്ലബിനോട് ഇഷ്ടം തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തായാലും എസ് എ ആഴ്സണലിലേക്ക് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ബെറ്റർ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫ്രണ്ട് ലൈൻ കുറച്ചും കൂടെ സ്ട്രോങ് ആവും എന്നുള്ളതാണ് കേട്ടോ. വിക്ടർ ഗോയ്ക്രസ് ആൻഡ് സാക്കയുടെ സൈഡിൽ കഴിഞ്ഞ നമുക്ക് കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് സീസണായിട്ട് നമുക്കറിയാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിങ്ങർ തന്നെയാണ് ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ സൈഡിൽ നിന്ന് തന്നെയാണ് ക്രോസുകൾ വരുന്നത്, അറ്റാക്ക് വരുന്നത്, പല 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 ഒരു ഗോൾ ഇൻവോൾവ്മെൻറ്റിലേക്ക് വരുന്ന പല മൂവ്സ് വരുന്നത് എന്നുള്ളത്. പക്ഷേ ലെഫ്റ്റ് സൈഡ് എപ്പോഴും ഒരു പ്രശ്നമായിരുന്നു. കാരണം ഈ റൈറ്റിലുള്ള സാക്ക മാത്രമാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്തിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്
എന്നിരിക്കെയാണ് ഈ പറയുന്നത് പോലെ തന്നെ എന്ത് വരാൻ പോകുന്നത്, എസ് എ ലെഫ്റ്റ് വിങ്ങിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡേഞ്ചറസ് ഫ്രണ്ട് ലൈൻ. ലെഫ്റ്റിൽ എസ് എ, സെൻട്രലിൽ വിക്ടർ ഗോയ്ക്രസ് ആൻഡ് റൈറ്റിൽ സാക്കിയും കൂടെ വരുമ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി പവർഫുൾ എന്നുള്ളതാണ്. ആൻഡ് മിഡും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മിഡ് തന്നെയാണ്. ഡെക്കൻ റൈസിന് കൺട്രോളിങ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓഡിഗറിനാണെന്നുണ്ടെങ്കിലും സ്ട്രിങ്സ് പുള്ള് ചെയ്യാൻ എല്ലാം കൂടെ ഈസി ആയിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. ആൻഡ് ഒരാളെ ഞാൻ എടുത്ത് പറയാൻ വിട്ടുപോയി കേട്ടോ, ലീഡ്സിൻ്റെ മാച്ചിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ആഴ്സണൽ സ്കോർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കോർണർ കിക്കിന്ന് വന്നിട്ടുണ്ടായിരുന്ന ബോള് ലീഡ്സിൻ്റെ പ്ലെയർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഹെഡർ ഉണ്ട്. ആൻഡ് അത് ഷോർട്ട് ഓൺ ടാർഗറ്റ് തന്നെയാണ്. റേയെ തടഞ്ഞിട്ടില്ലായിരുന്നു. അത് റേയുടെ പൊസിഷനിങ്ങും ആ ടൈമിലെ ഒരു റിഫ്ലക്ഷനും കറക്റ്റ് അല്ലായിരുന്നെങ്കിൽ അത് ഗോളാണ്. റേ ഈസ് കുക്കിംഗ് മാൻ. ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഓരോ സീസൺ കഴിയുന്തോറും നമുക്കിങ്ങനെ ബെറ്റർ ഓരോ മാച്ച് കഴിയുന്തോറും ഇങ്ങനെ ബെറ്റർ പൊസിഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ആഴ്സണലിൻ്റെ എല്ലാ പൊസിഷനിലും നല്ല നല്ല വജ്രായുധങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഡിഫൻസും ഒട്ടും മോശമല്ല. ഞാൻ ഇനി ആരെയും എടുത്ത് പറയുന്നില്ല. ഞാനിപ്പോൾ ഈ പറയാൻ ഉദ്ദേശിച്ചത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആഴ്സണൽ ഈസ് എ ഡേഞ്ചറസ് ടീം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആഴ്സണലിനെ കുറിച്ച് ഈ സെക്കൻഡ് വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ന് തോന്നുന്നതും കൂടെ പറയുക. പിന്നെ നമ്മുടെ പ്രീമിയർ ലീഗ് ഈ സാധനങ്ങളും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നോർമ്മിപ്പിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഇനി അവരെ ബോട്ടിലേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ എന്തായാലും പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന 2 ടീമുകളിൽ ഒന്ന് ചെൽസിയും അല്ലെങ്കിൽ അത് ആഴ്സണലും ആയിരിക്കുന്നതാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇപ്പോഴേ എനിക്ക് നല്ല ഊക്കുണ്ട്, പക്ഷെ എന്നാലും ഈ പോക്കാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആഴ്സണലോ ചെൽസി അടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ 2 മാച്ച് കഴിഞ്ഞിട്ടുള്ളൂന്നും ഇനി സീസൺ ഒരുപാട് ഓടാനുണ്ടെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷേ നോക്കാം, ഒക്കെ പ്രഡിക്ഷനും വിശ്വാസവും അല്ലേ പുള്ളേ എന്ന് പറഞ്ഞുകൊണ്ട് അഗെയിൻ ബൈ.